Hey guys, welcome back to my channel. So ഇന്ന് ഡേ 2 ഓഫ് കാശ്മീർ വ്ളോഗാണ്. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമെന്ന് വെച്ചാൽ സോനമർഗ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇന്നലെ പോയത് ഗുൽമർഗാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവേണ്ട ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സോനമർഗാണ്. അവിടെയും ഇതേപോലെ ഹോഴ്സിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ആ കാണുന്നതാണ് അക്ബറിൻ്റെ കോട്ട എന്ന് പറയുന്നത്. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ല അക്ബർ താമസിച്ച കോട്ടയാണത്. സോ നമ്മൾ അവിടെ നിന്ന് ശ്രീനഗറിൽ നിന്നാണ് നമ്മൾ യാത്ര ചെയ്തത്. അവിടെ നിന്ന് ഏകദേശം ഒരു 1-1.5-2 മണിക്കൂറോളം യാത്രയുണ്ട് സോനമർഗിലോട്ട്. അവിടെയുമുള്ള ആക്ടിവിറ്റീസ് ഗുൽമർഗിനെ പോലെ തന്നെ സെയിം തന്നെയാണ്. സോ ഈ കാണുന്നത് ദാൽ ലേക്കാണ്. അവിടെ ശ്രീനഗറിൻ്റെ അടുത്താണ് ദാൽ ലേക്ക് കാണുന്നത്. ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ശ്രീനഗർ. അവിടെയും NIT പോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. സോ അവിടുത്തെ ആ ഒരു റോഡിൻ്റെ ആ ഒരു ഇത് പറയുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എവിടെ പോയതിന് വെച്ചും, അതായത് ഇപ്പം ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ ശ്രീനഗർ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം അവിടെ നമുക്ക് എവിടെ ചെന്നാലും ഈ പട്ടാളക്കാർ, പോലീസുകാർ എല്ലാവരെയും കാണാൻ പറ്റും. ഈ റോഡ് സൈഡിലൊക്കെ തന്നെ ആർമി ഓഫീസേഴ്സ്, CRP ഓഫീസേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടുത്തെ സീനറീസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ അമേസിങ് ആയിരുന്നു. അവിടെ നമുക്ക് ഈ മഞ്ഞുമലയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. നല്ല രസമാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അതിന്. സോ ഇതാണ് അവിടുത്തെ തിരക്ക്. ഒരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ താമസിച്ചു വേണ്ടി തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ബ്ലോക്കിനെയൊക്കെ ഇങ്ങനെ ഓക്കെ ആക്കുന്നത് അവിടുത്തെ ആർമി ഓഫീസേഴ്സാണ്, CRPFൻ്റെ ഓഫീസേഴ്സാണ്. ഭയങ്കര റാഷ് ഡ്രൈവിങ്ങും ഒക്കെ ആയിരുന്നു. അവരെല്ലാം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി നിർത്തും. അപ്പോൾ ആ വിഷ്വൽസാണ് ഇതൊക്കെ. ആ ബ്ലോക്കിൽ നിന്നപ്പോൾ തന്നെ ഒരു യുദ്ധക്കളത്തിലുണ്ടായിരുന്ന ഒരു ഫീലായിരുന്നു. മൊത്തം പട്ടാളക്കാരും വിസിലടിയും ഫുള്ള് പൊടിയും മണ്ണും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ നേരത്തിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഈ ഒഴുകി പോകുന്നത് സിന്ധു നദിയാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ സിന്ധു നദി? ഈ സിന്ധു നദി എന്ന് പറയുന്നത് തന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോഴാണ് അതിന് ആ പേര് വരുന്നത്. ഇത് മലമുകളിൽ നിന്ന് മഞ്ഞുരുകിയിട്ട് വരുന്ന വെള്ളമാണ്. അത്രയ്ക്കും ഫോഴ്സിനാണ് ആ വെള്ളം വരുന്നത്. പക്ഷെ നല്ല രസമാണ് ഈ മഞ്ഞുമലയും അതിൻ്റെ ഇടയിലുള്ള പച്ചപ്പും പിന്നെ റോഡിൻ്റെ ആ ഒരു ഭംഗിയും പിന്നെ കുറേ പൈൻ ഫോറസ്റ്റിൻ്റെ ഭംഗിയും ഒക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു. പിന്നെ കൊച്ചു കൊച്ചു വീടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്നത് പോലെ ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ആ ഒരു സീനറി എന്ന് പറയുന്നത്. നല്ലൊരു ഭംഗിയായിരുന്നു. അങ്ങനെ ഒരു 1.5-2 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ സോനമർഗിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിൻ്റർ സീസണിലൊക്കെ ആണെങ്കിൽ ഇതാ ഈ കാണുന്ന പച്ചപ്പ് കാണുന്ന സ്ഥലത്തൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും. പക്ഷേ ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്മർ ആയതുകൊണ്ട് മഞ്ഞെല്ലാം മേളിലോട്ടാണ്. അപ്പോൾ ഈ മേളിൽ പോയി മഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കുതിരയിലൊക്കെ കയറി പോവേണ്ടി വരും. അത് പെർ കുതിരയ്ക്ക് തന്നെ 3000 റുപ്പീസാണ് അവർ ചോദിക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും, ഒട്ടും വയ്യായിരുന്നു, പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് കുതിരയുടെ മണ്ടയ്ക്ക് കയറി പോകാനുള്ള സ്റ്റാമിനയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. ഇതാണ് എൻ്റെ അവസ്ഥ. ഇതാണ് ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയും ഭയങ്കര പ്രശ്നങ്ങളും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ട് അവിടെ വരെ പോയി കുറേ ഡ്രസ്സും ചുമന്നുകൊണ്ട് പോയതല്ലേ. അപ്പോൾ പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാതെ വരുന്നത് മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സിൽ ഞാൻ വീഡിയോ എടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് വലിച്ചു കയറ്റിയിട്ട്, കാരണം അവിടുത്തെ
മഞ്ഞെന്ന് പറയുന്നത് ഏകദേശം ഒരു തണുപ്പെന്ന് പറയുന്നത് ഏകദേശം ഒരു 12 ഡിഗ്രി 13 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ തണുപ്പെന്ന് പറയുന്നത്. തണുത്ത കാറ്റടിക്കുന്തോറും എനിക്ക് പ്രശ്നമായിട്ട് വരുവാണ്. പക്ഷേ എന്നാലും സീനില്ല, കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അങ്ങ് പോവാം എന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ശ്രീനഗറിലോട്ടാണ് നമ്മൾ പോയത്. നമ്മൾ വന്ന വഴിയല്ല തിരിച്ചു പോയത്. അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കാരണം, വന്ന വഴിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്ന കാരണം നമ്മളൊരു ഗ്രാമപ്രദേശത്തൂടെയാണ് റിട്ടേൺ ആയിട്ടുള്ളൊരു വഴിയിൽ പോയത്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വന്നതിനെക്കാട്ടിയും നല്ലതായിട്ട് ഈ ഒരു റോഡാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ഒരു വില്ലേജ് ഏരിയ, സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്ന ആ ഒരു സീനൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ആൾക്കാർ ഓരോ ആപ്പിൾ തോട്ടങ്ങളും കൃഷിയൊക്കെ ചെയ്ത കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. ഒരു പക്ക ഗ്രാമപ്രദേശം തന്നെയായിരുന്നു. बहुत अच्छा हुआ है ना। हाँ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ചാച്ച ബൈ ബൈ.